ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബൈക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് അപ്പാച്ചെ RTR 200 4V ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. കൂടാതെ ബൈക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 153 kg ആണ്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ പവർ എന്ന് പറയുന്നത് 20.5 PS-ഉം 8500 RPM ആണ്. കൂടാതെ ടോർക്ക് എന്ന് പറയുന്നത് 16 Nm Nm 7500 RPM ആണ്. ഈ ഒരു ബൈക്ക് 200 cc തന്നെ വാല്യൂ ഫോർ മണിയാണ്. കൂടാതെ 200 cc bs6 എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് വന്നിട്ടുള്ള ഒരു ബൈക്ക് കൂടിയാണ് അപ്പാച്ചെ RTR 200 4V. ഇനി നമുക്ക് ബൈക്ക് ഒന്ന് റൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇംപ്രഷൻസ് പറയാം. ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TVS ബൈക്കിൽ പവർ യാതൊരു മാറ്റം വരുത്തിയില്ല. ടോപ്പിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുത്തി. എന്നാൽ ഇതിൻ്റെ ഇനീഷ്യൽ പവറിങ്ങൊന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ടോപ്പിൽ മാത്രം ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ബൈക്കിൽ വന്നൊരു ഫീച്ചറാണ് സെൽഫ് സ്വിച്ച് ഫെദർ ടച്ച് ആക്കിയിട്ടുണ്ട്. ബൈക്കിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ വരെ ആക്സിലറേഷൻ കൊടുക്കാതെ മറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ട്രാഫിക് ബൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫീച്ചർ എങ്ങനെയാണ് ഞാൻ എനിക്ക് പഠിപ്പിക്കുന്നത്. ഈ ബൈക്കിൻ്റെ ഗിയർ ബോക്സും ക്ലച്ചും വളരെ സ്മൂത്താണ്. ഇനി നമുക്ക് ബൈക്ക് നിർത്തിയിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബൈക്ക് BS6 വന്നപ്പോഴത്തേനും മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ് തന്നെയാണ്. ഇതിൻ്റെ ഹെഡിൽ DRL വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഹെഡ് കണ്ടാൽ തന്നെ നമുക്കൊരു KTM 250യുടെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് കാണുമ്പോൾ. പിന്നെ വണ്ടി ടോട്ടലി ഗ്രാഫിക്സിനും ചേഞ്ച് വന്നിട്ടുണ്ട്. പഴയ ഗ്രാഫിക്സിൽ നിന്നും ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ഒരു റെഡ് സ്റ്റിക്കറിങ് ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് BS6 ആയപ്പോഴേക്കും. റേസ് എഡിഷൻ. കൂടാതെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് മീറ്ററിൽ തന്നെയാണ്. മീറ്ററിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ആഡ് ആയിട്ടുണ്ട്. കൂടാതെ ഗിയർ ഇൻഡിക്കേഷൻ, ഫ്യൂവൽ ഗേജ്, ടൈം, നെക്സ്റ്റ് സർവീസ്, RPM മീറ്ററിൽ വരുന്നുണ്ട്. കൂടാതെ മീറ്ററിൽ വന്നുള്ള മറ്റൊരു ഫീച്ചറാണ് ഐ ബട്ടൺ. ഈ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾ അലേർട്ടിനും കൂടാതെ നമ്മളെ ബൈക്ക് ഫ്യൂവൽ തീരാറായി കഴിഞ്ഞാൽ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് പെട്രോൾ പമ്പ് നമുക്ക് കാണിച്ചു തരും. കൂടാതെ ഈ ബൈക്കിൽ മീറ്ററിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ടേൺ ടു ടേൺ നാവിഗേഷൻ. നമുക്ക് മാപ്പ് സെറ്റ് ചെയ്ത് മാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ബൈക്കിൻ്റെ മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഗ്രൂപ്പ് റൈഡ് പെയറിങ് ഈ ബൈക്കിൻ്റെ മീറ്ററിൽ വരുന്നുണ്ട്. പെയർ റൈഡറുമായിട്ട് ഈ മീറ്റർ കണക്ട് ചെയ്തിടാം. അത് നമ്മളെ ബൈക്ക് ആക്സിഡൻ്റ് ആവുകയോ ബൈക്ക് വീഴുകയോ ചെയ്താൽ പെയർ റൈഡർക്ക് അലേർട്ട് മെസ്സേജ് വരുന്നതാണ്. കൂടാതെ ഇത് പക്ക ഒരു സിറ്റി ഓറിയൻറ്റഡ് ബൈക്കാണ്. 200 cc തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൈക്കാണ് അപ്പാച്ചെ RTR 200 4V. ഈ ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് കമ്പനി പറയുന്നത് 35 to 45 ആണ്. ഈ ബൈക്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വൈബ്രേഷൻസോ ഹീറ്റിങ്സോ ഫീൽ ചെയ്യുന്നില്ല ബൈക്ക് ഓടിച്ചപ്പോൾ. ഈ ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,53,000 രൂപയാണ്. കൂടാതെ പെയ്ഡ് സർവീസ് വരുന്നത് ബിലോ 1000 ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.